വേടനും അങ്ങനെ വ്യക്തി തന്നെയല്ലേ? വേടനും പറഞ്ഞത് ഞാനിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്നെ കണ്ട് ആരും ശീലിക്കാൻ പാടില്ല. അതിന് മുൻപ് തന്നെ വേടൻ പറയുന്നുണ്ട്, സിന്തറ്റിക് ഡ്രഗ് ആരും ഉപയോഗിക്കരുത് മക്കളെ, അത് ചെകുത്താനാണ്, നിങ്ങളെ കാർന്ന് തിന്നും, നിങ്ങളുടെ കുടുംബം നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ഉപയോഗിക്കരുത്, കഞ്ചാവും ലഹരി ഉപയോഗിക്കരുതെന്ന് വേടൻ പിടിയിലായതിനു ശേഷം വേടൻ പറയുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പറയുകയാണ്, ഇനി അതാരും ഉപയോഗിക്കരുത്. എന്നെ വേടൻ്റെ നല്ല ശീലങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക, മോശം ശീലങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചെയ്യരുത് എന്ന് തന്നെയാണ് വേടൻ പറയുന്നത്. അപ്പോൾ ഇതിൽ കുരു പൊട്ടുന്ന ആളുകളുടെ ചേതോ വികാരം എന്താണെന്നുള്ളത് എനിക്ക് ഇത്രയും ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒരു താഴ്ന്ന ഗതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു താഴേക്കിടയിൽപ്പെട്ട ഒരു പയ്യൻ അവൻ ഉയർന്നു വരുന്നതാണോ പ്രശ്നം? അത് തന്നെയായിരിക്കുമല്ലേ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ വേടൻ്റെ ഈ വരികളിൽ പോലും പറയുന്നത് അടിച്ചമർത്തലുകളെ പറ്റി തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലെ ഈ അടിച്ചമർത്തലുകൾക്കെതിരെ തന്നെയാണ് വേടൻ ഇത്രയും നാൾ നിലകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിലകൊണ്ടപ്പോൾ അവനൊരു രാജ്യദ്രോഹിയായി, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവനൊരു തെറ്റുകാരനായി. പക്ഷേ കേരളത്തിലെ നല്ലൊരു സമൂഹം ജനങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ജനങ്ങളും വേടനെ കുറ്റവാളിയായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ വേടൻ സംസാരിച്ചത്